ഞാൻ എണീക്കാം. അതേ ഫോണൊന്നും എടുക്ക. ഫോണോ? നിങ്ങൾക്കുള്ളതാണ്. എന്നെ ആരാ ഇപ്പൊ വിളിക്കാൻ? കുവൈറ്റിലുള്ള അളിയനാവോ? അതെ, പറഞ്ഞു വന്നപ്പോൾ അത് കുവൈത്തിലുള്ള അളിയൻ തന്നെയായിരുന്നു. വേറൊന്നുമല്ല, ഇന്ന് എനിക്ക് കുവൈറ്റ് ഫ്ലൈറ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് എ ലേ ഓവർ ഫ്ലൈറ്റ്. അതായത് ഒരു 24 hours കുറവ് എനിക്കവിടെ കുവൈറ്റിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. സോ ജിമ്മൊക്കെ പോയി വന്ന് ഞാൻ എൻ്റെ ബാഗ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 24 hours കുറവ് ലേ ഓവർ ആയതുകൊണ്ട് തന്നെ അധികം ഐറ്റംസ് ഒന്നും പാക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. ബട്ട് ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പാക്ക് ചെയ്യുന്നതെന്ന് മാത്രം. ഇതുപോലെ ട്രാവൽ കിറ്റുകൾ മേടിക്കുവാണെങ്കിൽ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഭയങ്കര നീറ്റ് ആയിരിക്കും കേട്ടോ. സോ ഫ്ലൈറ്റിന് തലേ ദിവസം തന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ടെൻഷൻ കുറവാണ് കേട്ടോ. സോ നൈറ്റ് ഒരു 9:30 ആണ് ഡിപ്പാച്ചർ വരുന്നത്. ഹോൾ നൈറ്റ് എനിക്ക് ഫ്ലൈറ്റിൽ ഉറങ്ങാണ്ടിരിക്കണം. കൂടാണ്ട് ഞാനാണിന്ന് ഫ്ലൈറ്റിലെ സീനിയർ ക്യാബിൻ ക്രൂ. എന്നെ കൂടാതെ വേറെ 3 ക്രൂവും കൂടി ഉണ്ടാവും. ബട്ട് സ്റ്റിൽ എനിക്കാണ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാവരും തന്നെ ഉണ്ടാവാം. സോ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ച് അതൊക്കെ ഒന്ന് വായിച്ചു. ഇതിൻ്റെ ക്രൂ ബാഗാണ്. ഇതിനകത്ത് ഞങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സ്ട്രാ പെയർ ഓഫ് യൂണിഫോം, എക്സ്ട്രാ പെയർ ഓഫ് ഒഫീഷ്യൽ അറ്റയേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വെക്കുന്നത് ഈ ബാഗിലായിരിക്കും. നിങ്ങൾ ക്രൂ നടന്ന് പോകുമ്പോൾ ക്രൂവിൻ്റെ കയ്യിലൊരു ബാഗ് കാണാറില്ലേ? ആ ബാഗാണ് ഇത്. സോ അത്യാവശ്യം നന്നായി ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ എയർക്രാഫ്റ്റിൽ എത്തിയത്. ഞങ്ങളുടെ പ്രീ ഫ്ലൈറ്റ് ചെക്സ് എല്ലാം കഴിഞ്ഞ് ക്യാബിൻ ഞാൻ ഇങ്ങനെയാണ് ബോർഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ ഒരു 3:10 ഞാൻ അവിടെ എത്തി. നല്ലോണം മഴ പെയ്യുണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കുവൈറ്റിലോട്ട് വരുന്നത് കേട്ടോ. ഇവിടെ ഹോളിഡേ ഇന്നിലാണ് ഞങ്ങളുടെ ക്രൂവിന് സ്റ്റേ ഉള്ളത്. ക്യാപ്റ്റൻസും ഇവിടെ തന്നെയാണ് സ്റ്റേ ഉണ്ടാവുക. എനിക്ക് 6th ഫ്ലോറിലാണ് റൂം കിട്ടിയത്. ഞാൻ എൻ്റെ റൂമിനകത്ത് എത്തി. സോ ദിസ് ഈസ് മൈ റൂം ഇൻ കുവൈറ്റ്. ഉറക്കം വന്ന് കണ്ണൊക്കെ ബൾബ് പോലെ ഇരിക്കുവാണ്. എന്നാലും എനിക്ക് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ടേ ഉറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഇനി കുവൈറ്റിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ പറയാം കേട്ടോ. ഇതാണ് എൻ്റെ സുന്ദരി ബെഡ്. ഇപ്പോൾ അതേ കുവൈറ്റിൽ 2:30 ആയിട്ടുണ്ട്. വിച്ച് മീൻസ് നാട്ടിൽ 5 മണി. ഗുഡ് മോർണിംഗ് മൈ ലവ്ലി ഹ്യൂമൻസ്. അങ്ങനെ ഒരു 9 മണിയായപ്പോൾ ഞാൻ ചാടി എണീറ്റു. എൻ്റെ റൂമിൽ നിന്ന് എനിക്ക് പൂൾ വ്യൂ ആണ് ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ കണ്ണൊക്കെ കലങ്ങിയാണ് ഇരിക്കുന്നത്. ബട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. കാരണം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണെന്ന് എൻ്റെ ക്രൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ താഴെ എത്തി. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. ഞാൻ എവിടെ പോയാലും ഓർഡർ ചെയ്യുന്നത് സണ്ണി സൈഡപ്പാണ്. നമ്മുടെ ബുൾസൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് സണ്ണി സൈഡപ്പ് എന്ന് തന്നെ പറയണം. കുറച്ച് സാൽമണൊക്കെ ഞാൻ ട്രൈ ചെയ്തു. പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഹമ്മസ് ഉണ്ടായിരുന്നു. ഹമ്മസ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഹണിയും ബട്ടറും സ്പ്രെഡ് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? അതെൻ്റെ വേറൊരു ഫേവറേറ്റ് ഡിഷാണ്. ഇത് നമ്മുടെ സദ്ദാം ഹുസൈൻ ഇല്ലേ, അങ്ങനെ തന്നെ ഹോട്ടലിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബ്ലാസ്റ്റിൽ ആ ഹോട്ടലിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ്. കുറച്ച് പ്രിൻറ്റേഴ്സ്, ടെലികമ്മ്യൂണിക്കേറ്റേഴ്സ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ്. ഇനി ഞങ്ങളതേ പുറത്തേക്ക് പോവാണ്. ഇപ്പോഴും റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പൂളിലൊക്കെ ഇല്ലേ ചൂട് വെള്ളമാണ് ഗൈസ് നിറച്ചിട്ടിരിക്കുന്നത്. ഇത് ക്രൂവിനൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ജക്കൂസി, സോന ആൻഡ് സ്റ്റീമറാണ്. അതുപോലെ തന്നെ നമുക്ക് ജിമ്മും ആക്സസിബിലിറ്റി ഫ്രീ ആണ്. ആൻഡ് ദിസ് വൺ ഇസ് ക്രൂ ലൗഞ്ച്. നമുക്കിവിടെ വന്നിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാം, നമുക്ക് ചില്ല് ചെയ്യാം, ഗെയിംസ് കളിക്കാം, ലോണ്ട്രി വേണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാം. അപ്പോൾ അവിടേക്ക് കറങ്ങി തിരിഞ്ഞ് ഞാൻ വന്ന് റെഡിയായി. വി ആർ ഗോയിങ് ടു അവന്യൂസ് മോൾ. ആഫ്റ്റർനൂൺ 12 o'clock ഇവിടുന്ന് ഹോട്ടലിന് ഷട്ടിലുണ്ട്. തിരിച്ച് 4 മണിയാകുമ്പോൾ നമ്മളെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 4 മണിക്കൂർ നമുക്ക് ഓടി നടന്ന് ഷോപ്പ് ചെയ്യാം ഗൈസ്. ഇത് ഐക്കിയ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലും ഐക്കിയ വരേണ്ട ടൈം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എനിക്ക് അപ്പം മനസ്സിലായി കേട്ടോ. ദിസ് ഈസ് ഇൻസൈഡ് ദ മോൾ. പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് ഹ്യൂജ്. കുറേ നടക്കാനുണ്ട്. ഞാൻ കണ്ടതിൽ ദുബായ് മോളായിരുന്നു ഏറ്റവും വലുത്. ബട്ട് അതൊന്നുമല്ല. എസ്പെഷ്യലി ഇവിടെ മുതൽ ഈ മോള് കാണാൻ കുറച്ചുകൂടി സുന്ദരിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു അറബിക് ഡിസൈനിനേക്കാൾ ഉപരി വേറൊരു ഫോറിൻ കൺട്രിയിൽ പോയ ഫീലാണ്. ഞാൻ ഇതുപോലെ ഖത്തറിൽ വിലാജിയോ മോളിൽ പോയിട്ടുണ്ട്. അവിടെയും ഇതേ ആംബിയൻസ് ആണുള്ളത്. ബിൽഡിങ്സ് ഒക്കെ കാണാൻ വളരെ ഭംഗിയാണ്. ഓരോ ബിൽഡിങ്ങും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരുന്നു. ആൻഡ് വോം ലൈറ്റിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏകദേശം ഇവിടെ എത്തിയപ്പോഴാണ് ആ നഗ്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. അസല മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ ക്യാബ് വന്നു. ഇതേ ഞാൻ വീണ്ടും ഹോട്ടലിലെത്തി. ഇനി ഇന്ന് രാത്രി കുവൈറ്റിലെ 11 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരണം കേട്ടോ നാട്ടിലോട്ട്. അപ്പോൾ നമുക്ക് കുവൈറ്റിൽ കുറച്ച് തള്ളു കേൾക്കാം. വേണ്ട 2x കേൾക്കാം. ഒരു 24 മണിക്കൂറിന് താഴെ മാത്രമേ ലോകം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് കാരണം ഞങ്ങൾക്ക് വേഗം രാവിലെ തന്നെ എണീറ്റ് പുറത്ത് പോയി ഷോപ്പിംഗ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ നാട്ടിലെ സമയം 8:30 ആണ്. അപ്പം ഇവിടെ 6 മണി കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഇപ്പം റംസാൻ ആയതുകൊണ്ട് ഇഫ്താറൊക്കെ തുറക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ 9:30 ആകുമ്പോഴത്തേക്കും ഹോട്ടലിൽ ഇറങ്ങണം. ഇവിടുത്തെ 11 മണിക്കാണ് ഡിപ്പാച്ചർ. നമ്മൾ നേരെ ചെന്നൈയിലോട്ടാണ് പോകുന്നത്. ദെൻ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഞാൻ ചത്തത്തലയുമായിട്ട് കൊച്ചിക്ക് പോകും. വിച്ച് ഇസ് ഞാൻ ഡെഡ് ഹെഡ് ഫ്ലൈറ്റിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. എന്താണ് ഡെഡ് ഹെഡ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. സോ ഐ എം ഗോയിങ് ടു സ്ലീപ്പ് നൗ for a nap.
അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഐ ഹോപ്പ് യു വിൽ ബി ലൈക്കിംഗ് ദിസ് വീഡിയോ. ബൈ. സോ എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു മട്ടൻ ബിരിയാണിയും ചോക്ലേറ്റ് മൂസ് കേക്കും തട്ടി അകത്താക്കി കിടന്നുറങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങി എണീറ്റ് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് തിരിച്ച് എയർപോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇനി കണ്ണടച്ച് തുറക്കും മുമ്പേ നമ്മൾ ചെന്നൈ എത്തും. അവിടെ നിന്ന് കൊച്ചിയിലോട്ടും പോവും. എനിക്ക് ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് കുവൈത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാക്കിയുള്ള അറബ് കൺട്രീസിനെ കമ്പയർ ചെയ്തപ്പോൾ അവിടുത്തെ റോഡൊക്കെ മെയിൻ്റനൻസ് ഒരുപാട് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ആൻഡ് അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ നോട്ടം ഇറ്റ്സ് സോ വിയേർഡ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും അവർക്കും ഇതേ എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെ പറഞ്ഞത്. ഒട്ടും സേഫ് അല്ലാത്തൊരു ഫീലില്ലേ, അതായിരുന്നു എനിക്ക് ഷോപ്പിങ്ങിന് അവിടെ മാർക്കറ്റിലൊക്കെ പോയപ്പോൾ തോന്നിയത്. ആൻഡ് അനദർ എംബാരസിങ് മൊമെൻറ്റ് ഉണ്ടായത്, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് കയ്യിൽ തൂക്കി പിടിച്ച് നടക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ട്രോളി എടുത്ത് പുറത്തിറങ്ങുമായിരുന്നു. അപ്പോൾ ക്യാരി ഫോറിലെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു അത് ഗേൾസിന് എടുക്കാൻ പാടില്ല, ട്രോളി ഈസ് ഓൺലി ഫോർ മെൻ എന്ന്. ഞാൻ മനസ്സിലാക്കിയതിൻ്റെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. So changes are inevitable and I hope it won't take much time. However, I enjoy my layover and I hope you will be enjoying this video.